മ്യാൻമറിലെ ചരിത്രപ്രസിദ്ധമായ കത്തീഡ്രൽ സൈനിക നടപടിയിൽ കത്തിനശിച്ചു. ബാൻമാവ് രൂപതയിലെ സെന്റ് പാട്രിക്സ് കത്തീഡ്രലാണ് മാർച്ച് 16-ന് മ്യാൻമർ സൈന്യത്തിന്റെ നടപടിയിൽ തകർക്കപ്പെട്ടത്. മ്യാൻമറിലെ കാച്ചിനിലുള്ള ബാൻമാവ് രൂപതയുടെ കത്തീഡ്രൽ മാർച്ച് 16 ഞായറാഴ്ച തീപിടുത്തത്തിൽ കത്തിനശിച്ചു. കത്തീഡ്രലിന്റെ മധ്യസ്ഥനായ വിശുദ്ധ പാട്രിക്കിന്റെ തിരുനാളിന്റെ തലേന്ന് വൈകുന്നേരം 4 മണിക്കാണ് ദാരുണമായ സംഭവം നടന്നത്. മ്യാൻമറിലെ ഭരണകക്ഷിയായ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ കൌൺസിലിന്റെ സൈന്യം പ്രദേശത്ത് നടത്തിയ ഓപ്പറേഷൻ നടപടികളെ തുടർന്ന് സെന്റ് പാട്രിക്സ് കത്തീഡ്രലിന് തീയിട്ടതായി വത്തിക്കാന്റെ ഫിദസ് ന്യൂസ് ഏജൻസിക്ക് അയച്ച സാക്ഷ്യപത്രത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു. സംഭവത്തെക്കുറിച്ച് SACയിൽ നിന്ന് ഔദ്യോഗിക പ്രസ്താവനയൊന്നും ഉണ്ടായിട്ടില്ല. സമീപ ആഴ്ചകളിൽ രൂപതയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ തീപിടുത്തമാണ് ഇത്. വൈദികരുടെ വസതി, പുതുതായി നിർമ്മിച്ച രൂപത ഓഫീസ് കെട്ടിടം, ഒരു ഹൈസ്കൂൾ എന്നിവ ഫെബ്രുവരി 26-ന് നടന്ന സംഭവത്തിൽ കത്തി നശിച്ചിരുന്നു. അടുത്തിടെ മാർച്ച് 3-ന് ബാൻമാവ് രൂപതയുടെ ഭാഗമായ സെയിന്റ് മൈക്കിൾസ് കത്തോലിക്ക പള്ളിയുടെ പാസ്റ്ററൽ സെന്റർ ബർമീസ് സൈന്യം നടത്തിയ ബോംബ് ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടിരുന്നു. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഒരു പർവ്വത പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബാൻമാവ് രൂപത ബിഷപ്പ് റെയ്മണ്ട് സംലുത്ത് ഗ്യാമിന്റെ നേതൃത്വത്തിൽ 2006-ൽ ബെനഡിക്ട് 16-ാമൻ പാപ്പ സ്ഥാപിച്ചതാണ്. സംഘർഷം രൂക്ഷമാകുന്നതിന് മുൻപ് വിവിധ വംശീയ വിഭാഗങ്ങളിൽ നിന്നുള്ള 4,07,000-ലധികം ആളുകൾ ഈ പ്രദേശത്ത് താമസിച്ചിരുന്നു. ഇതിൽ 27,000-ലധികം മാമോദീസ സ്വീകരിച്ച കത്തോലിക്കരാണ്. സമീപകാല കണക്കുകൾ പ്രകാരം ഏകദേശം 35,908 കത്തോലിക്ക ജനസംഖ്യയുള്ള 14 ഇടവകകളിലായി 32 പുരോഹിതന്മാർ സേവനമനുഷ്ഠിക്കുന്ന രൂപതയാണ് ബാൻമാവ്. വടക്കൻ മ്യാൻമറിലെ കാച്ചിൻ സംസ്ഥാനം മ്യാൻമർ സൈന്യവും ഭരണകക്ഷിയായ സൈനിക ഭരണകൂടത്തിനെതിരായ ചെറുത്തുനിൽപ്പിൽ പങ്കുചേർന്ന കാച്ചിൻ ഇൻഡിപെൻഡൻസ് ആർമിയും തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. സംഘർഷത്തിൽ 1,20,000-ലധികം ആളുകൾ കുടിയിറക്കപ്പെട്ടു. ബാക്കിയുള്ളവർ അതിജീവനത്തിനായി പാടുപെടുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.